എൻ്റെ പേര് പരമേശ്വരൻ. ഇവിടെ ഗോപിനാഥിനെ കുറിച്ചുള്ള അനുസ്മരണം എല്ലാവരും നടത്തി കഴിഞ്ഞു. ഗോപിനാഥ് എന്ന് പറയുന്ന മജീഷ്യനും യുക്തിവാദിയും ഉയർന്നു വരാനിടയായ ഒരു സാഹചര്യത്തെ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 77, 78, 79 കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ശാരദ എന്ന് പറയുന്ന സിസ്റ്റർ ജീവിച്ചിരുന്നത്. ജോലിക്ക് വന്നു. അവരുടെ ഭർത്താവായിരുന്നു പ്രൊഫസർ വിജയൻ. പ്രൊഫസർ വിജയനാണ് യഥാർത്ഥത്തിൽ ഈ എഴുപന പ്രദേശത്തെ യുക്തിവാദി പ്രസ്ഥാനത്തിന് വിത്ത് പാകം. ഇരിക്കുന്ന ആനന്ദപ്രഭുവിന്റെ വീട്ടിലെ കടയുടെ പുറകിൽ അന്ന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരായ TN അരവിന്ദാക്ഷന് അവിടെ പോയിരിക്കുന്ന പയ്യനായ ഞാനും ആനന്ദപ്രഭു, അതുപോലെ തന്നെ നമ്മുടെ കുറുപ്പ് സാറല്ലേ, ഇവിടെ ഇലക്ട്രിസിറ്റി കുറുപ്പ് സാറ്, ഗോപിനാഥ് സാർ, XS ഗോപി, അങ്ങനെ തുടങ്ങിയ ഗോപാലകൃഷ്ണൻ, നമ്മൾ ഗോപി എന്ന് വിളിക്കും, അങ്ങനെ തുടങ്ങിയ ചില ആളുകളിലൂടെയാണ് ആദ്യമായിട്ട് ഇവിടെ യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അതുപോലെ വിസ്മരിക്കൽ BA ചീരൻ, CK പത്മനാഭൻ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിന്റെ ഫാദർ CK പത്മനാഭൻ, PC മണി, പലരും. പിന്നെ അങ്ങനെ കൂടിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഗോപിനാഥൻ ഇവിടെ വരുന്നതും ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതും. ശരിക്കും പറഞ്ഞാൽ എഴുപുന്ന ഗോപിനാഥിന് വിത്ത് പാകാൻ ഇടയാക്കിയത് ഈ ഒരു ചെറിയ കൂട്ടമാണ്. ആ കൂട്ടത്തിലേക്ക് വരുമായിരുന്നു എഴുപനിൽ അമ്മ വീട്ടിൽ വരുന്ന നമ്മുടെ സാക്ഷാൽ D പ്രകാശൻ. അങ്ങനെ ഒരു സംഘം ഇവിടെ തുടങ്ങി. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 78, 80 കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ വളരെ വിപ്ലവകരമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. കലാദ് ഇവിടെ വരുമായിരുന്നു, ഇതേ ഹാളിൽ നടത്തുമായിരുന്നു. പ്രൊഫസർ വിജയന്റെ നേതൃത്വം, ഞാൻ പറഞ്ഞ വിജയന്റെ നേതൃത്വം വന്നതിന് ശേഷം യുകലാദിന് അവസാന സമയത്താണ് പ്രേംനാഥ്, ജോൺസ് നെയ്റോ. എന്തിനും ഞങ്ങള് ചേർത്തല താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമയത്ത് AT കോവൂർ ചേർത്തല കൊണ്ടുപോയിട്ടുണ്ട്. അന്ധവിശ്വാസ അനാചാരണ പ്രവർത്തനത്തിനായി AT കോവൂറിനെ ചേർത്തല കൊണ്ടുപോയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ സുഹൃത്തായി? അന്ന് കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയ സുധാകർ സാർ, മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രൻ സാർ, സെന്റ് മൈക്കിൾസ് കോളേജിലെ പ്രൊഫസറായിരുന്ന ജോൺ ഇടവർ, അങ്ങനെ തുടങ്ങിയ ഒരു സംഘം. PP സുമനൻ സാറ് അവസാനം ഞങ്ങൾ ജില്ലാ സെക്രട്ടറി, ഞാൻ എൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു കുറെ കാലം. സുമനൻ സാർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സമയത്ത് ഇവിടെ എഴുപുന്നതിൽ അങ്ങനെ വളരെ സമഗ്രമായ ചർച്ചകൾ ഈ ഹാള് തന്നെ നിരവധി വേദിയായിരുന്നു. നിരവധി പ്രഗത്ഭർ വന്ന് നിരവധി ആളുകൾ, യുക്തിവാദികൾ മാത്രമല്ല, ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ. ചിലരൊക്കെ പറഞ്ഞു ജാതി മതഭേദമല്ലാതെ തന്നെ എല്ലാ ആളുകളും ഇത് ശ്രമിച്ചിട്ടുണ്ട്. ഉൾക്കൊണ്ടവർ എത്ര ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവും. എന്നാൽ പോലും ഇത് ശ്രമിക്കുകയും, ഇവിടെ ഞങ്ങൾ ഒരു നിസ്സാര കാര്യം പറയാം. ഇവിടെ ഈ ശബരിമല ക്ഷേത്രത്തിലെ മകരവിളക്കുമായി ബന്ധപ്പെട്ടൊരു ഇടമൃഗ കൂടി ഒരു പര്യടനം നടത്തിയിട്ട് അതിന്റെ ഒരു വീഡിയോയും അത് വിൽക്കാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ആക്രമിക്കപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഈ കുമാരപുരം അമ്പലത്തിൽ വെച്ച്. ഇവിടെയും ചില ആൾക്കാർ ഈ ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് ഇതുപോലെ ചില ആൾക്കാരൊക്കെ, പക്ഷെ അന്നും അതേ ക്ഷേത്ര വിശ്വാസികൾ തന്നെയാണ് ഞങ്ങൾ സംരക്ഷിച്ചത്. ഞങ്ങൾ കൂടുമ്പോഴൊക്കെ മിക്കവാറും കൂടുന്ന ആകപ്പാടെ കൊണ്ടുള്ള സ്ഥലം ഈ ആനന്ദപ്രഭുവിന്റെ വീടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ചരിത്രം എഴുപനക്കുണ്ട്. ആ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീ ഗോപിനാഥ് എന്ന് പറയുന്ന മജീഷ്യൻ ഗോപിനാഥ് ഉയർന്നു വരികയും കേരളത്തിലാകെ അറിയപ്പെടുന്ന മജീഷ്യനായും മറ്റ് സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പ്രകടനമായത്. ഇന്നിപ്പോ പലരും ഈ രംഗം വിട്ടൊക്കെ പോയി. ഞാനും ഇപ്പൊ ഈ യുക്തിവാദ സംഘത്തിലില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുക്തിവാദ സംഘവുമായി ബന്ധപ്പെട്ട് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ മാറി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തേക്ക് മാറി. അപ്പൊ ഇത് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം. സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുന്നു എന്നുള്ള കാര്യത്തിലാണ് ആത്യന്തികമായി സമൂഹം കാണുന്നതോട് ഞാൻ തൽക്കാലം അതിൽ നിന്ന് വിടാൻ വാങ്ങി ഞാൻ അങ്ങോട്ട്. ഇപ്പൊ അതിലുമില്ല. കാരണം അതിന്റെയും അവസ്ഥ വളരെ ദുര്യോഗമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാനിപ്പോ അതിലുമില്ല. അത് വേറെ വിഷയം. പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇത്ര ചരിത്രം മാത്രം പറയാൻ വേണ്ടി മാത്രമാണ് ഈ എഴുപന്നയിലെ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട്
ആദ്യകാലത്തുണ്ടായ പ്രവർത്തനങ്ങളിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹാവേരുവാണ് ശ്രീ എഴുമന്ന ഗോപിനാഥ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ മരണസമയത്തൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത് കവി ആന്റണി സാർ അവിടെ പോയിട്ട് വന്ന് ഫേസ്ബുക്കിൽ എഴുതിയപ്പോഴാണ് ഇങ്ങനെ അസ്വസ്ഥനായിരിക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. പക്ഷെ ദൗർഭാഗ്യ സ്ഥലത്തില്ലായിരുന്നു, കാണാൻ പറ്റില്ല. വളരെ അടുത്ത സ്നേഹവും സൗഹൃദവും പുലർത്തിയിരുന്ന ശ്രീ എഴുമന്ന ഗോപിനാഥിന്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അനുശോചനം ഞാൻ നടത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രിയമുള്ളവരെ, ഞങ്ങളോടൊപ്പം താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ യാതൊരു വ്യത്യാസവുമില്ലാതെ പ്രവർത്തിച്ചു വന്ന എഴുമന്ന ഗോപിനാഥിന്റെ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മുന്നിൽ വരുന്നത് ദിവ്യാത്ഭുത അനാവരണ പ്രവർത്തനങ്ങളാണ്. സംഘടനയുടെ എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം ദിവ്യാത്ഭുത അനാവരണം പരിപാടി നടത്തിയിട്ടുണ്ട്. മാവേലിക്കരയിൽ വന്നിട്ടുണ്ട്, കായംകുളത്ത് വന്നിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയുടെ എല്ലാ ഭാഗത്തും, സംസ്ഥാനത്തിന്റെ തന്നെ എല്ലാ ഭാഗത്തും അദ്ദേഹം ദിവ്യാത്ഭുത അനാവരണ പരിപാടി നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും നമ്മൾ ഇവിടെ എല്ലാവരും വിശദീകരിച്ചു. ഓരോ പ്രവൃത്തിയും നോക്കിക്കഴിഞ്ഞാൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ടും ആദർശപരമായും ജീവിച്ച ഒരു തലമുറയുടെ എടുത്തു കാണിക്കാവുന്ന പ്രതിയാണ് എഴുമന്ന ഗോപിനാഥ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം യുക്തിവാദി സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക മുന്നണി ഉണ്ടായി വരണം. യുക്തിവാദി സംഘം മാത്രമായിട്ട് ഈ രാജ്യത്ത് പുരോഗമനം നടപ്പാക്കാമെന്നോ ഭൗതികവാദം നടപ്പാക്കാമെന്നോ ഉള്ള ധാരണയൊന്നുമില്ല. പക്ഷെ ഒരു മുന്നണി ഉണ്ടായേ പറ്റുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന, അതിന് കാഴ്ചപ്പാടോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എഴുമന്ന ഗോപിനാഥ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇവയൊക്കെ ആയിട്ട്, ഇവിടുത്തെ ഒക്കെ ബഹുജനങ്ങളുമായിട്ട്, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ വിശ്വാസികളാണെങ്കിൽ പോലും അവരുടെയും ഒപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ യുക്തിവാദി സംഘത്തിന്റെ തലമുറ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സംഘടന ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത തന്നെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യുക്തിവാദി സംഘത്തിൽ എന്നല്ല, പൊതുവെ എന്തിനാണ് ഇനി സംഘടന എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ട്. സംഘടന എന്തിനു വേണ്ടിയാണ് എന്ന് അറിയണമെങ്കിൽ എങ്ങനെയാണ് ആ സംഘടന പ്രവർത്തിച്ചാൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ, ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിയുക എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്, മാതൃകയാണ് എഴുമന്ന ഗോപിനാഥ്. നമുക്കൊരു സംഘടന ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിലും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. ഒരു സംഘടന ഇല്ലാതെയും ആശയം പ്രചരിപ്പിക്കാം, പക്ഷെ ആദർശം വേണമെന്നില്ല. ഇന്ന് പലയിടത്തും കാണുന്നത് ആശയങ്ങളുണ്ട്, ആശയങ്ങളൊക്കെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കും, പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഒരു ആദർശവും ആ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. അതല്ല വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് എഴുമന്ന ഗോപിനാഥ് സാറിന്റെ ജീവിതം. എല്ലാ രംഗത്തും, സംഘടനയുടെ എല്ലാ മേഖലയിലും ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ ആശയപരമായ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ദിവ്യാത്ഭുത അനാവരണം അദ്ദേഹം പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇപ്പം മാസിക പ്രചരണം, പണ്ടൊക്കെ ആണെങ്കിൽ യുക്തിവാദി സംഘത്തിന്റെ മാസികകളൊക്കെ പല മാടക്കടകളിലൊക്കെ തൂക്കി കിടക്കുമായിരുന്നു, ആളുകൾ വാങ്ങിക്കുമായിരുന്നു. ധാരാളം മാസികകളും ഉണ്ടായിരുന്നു. യുക്തിരേഖ മാത്രമൊന്നുമല്ല, യുക്തിവാദി ഉണ്ടായിരുന്നു, നാസ്തികൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ പല മാസികകളും യുക്തിവാദി രംഗത്തുണ്ടായിരുന്നു. ഇത് കൂടാതെ യുക്തിവാദം പറയുന്ന മറ്റ് പുരോഗമന മാസികകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ മാസികകളുടെ സ്ഥാനം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നവമാധ്യമങ്ങൾ ആ വേദി കൈയടക്കിയിട്ടുണ്ട്. പക്ഷെ നവമാധ്യമങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ ഏകപക്ഷീയമായിട്ടാണ് പോവുക, ഫേസ്ബുക്കിലാവുമ്പോൾ കുറച്ച് ചർച്ചകളെങ്കിലും നടക്കും. ഇങ്ങനെ ഏകപക്ഷീയമായി പോകുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ഇതുവല്ലോ നടപ്പാക്കണമോ, അതുകൊണ്ട് സമൂഹത്തിനെ നയിക്കേണ്ടവരാണ് തങ്ങളെന്നൊരു ബോധ്യം ഉണ്ടാകണമോ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകുന്നില്ല.
നവമാധ്യമങ്ങളിലൂടെ പ്രസംഗിക്കുക, എഴുതുക, എഴുതി വിടുന്നതിനൊന്നും ഒരു മോണിറ്ററിംഗ് ഇല്ല, അതായത് ഒരു തിരിച്ചു നോട്ടം ഇല്ല. നേരെ മറിച്ച് ഒരു സംഘടനാ പ്രവർത്തകനാകുമ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആ സംഘടന എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ആ സംഘടനയ്ക്ക് തെറ്റുപറ്റിയത്, എങ്ങനെയൊക്കെ നമുക്ക് നീങ്ങാൻ കഴിയും, എങ്ങനെയൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം, എന്തൊക്കെയാണ് പുരോഗമന പരിപാടികൾ, ഈ വിധത്തിലുള്ള വിവിധങ്ങളായ ചർച്ചകളും അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മറ്റ് രീതിയിലുള്ള ഏകപക്ഷീയമായ പ്രസംഗങ്ങളും ഏകപക്ഷീയമായ സമൂഹ മാധ്യമ ഇടപെടലുകളും കൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. യുക്തിവാദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങള് പ്രജ എന്നതിൽ നിന്ന്, രാജാവിന്റെ പ്രജ എന്നതിൽ നിന്ന് ഒരു പൗരനായി വളർന്നതിന്റെ വളർന്ന ഒരു സ്റ്റേജ് മാറ്റമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഈ പൗരാവകാശങ്ങൾ, ഈ പൗരന്റെ ധർമ്മങ്ങളും കടമകളും ഒക്കെ തന്നെ വെല്ലുവിളിക്കുന്ന ചില സംഘടനകൾ, ആ സംഘടനകൾ, പിന്തിരിപ്പൻ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് ശക്തി പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും യുക്തിപൂർവം ചിന്തിക്കുകയും യുക്തിപൂർവം ജീവിക്കുകയും ചെയ്യുന്നവരുടെ പ്രസക്തി വളരെ വലുതാണ്. ആ ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രീ ഏഴുപിന്നയുടെ ഓർമ്മകൾ പുതുക്കാം എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.